കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ ബന്ധുക്കൾക്ക് യോഗ്യത നോക്കാതെ വാരിക്കോരി നിയമനങ്ങൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകനെ കോർപ്പറേറ്റീവ് എക്സാമിനേഷൻ ചെയർമാനായി നിയമനം നൽകിയത് മുതൽ വനിതാ ലീഗ് നേതാവിന്റെ മകനെ IT അറ്റ് സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കിയതടക്കമുള്ള 100ഓളം നിയമനങ്ങളാണ് യോഗ്യത പാലിക്കാതെ നടത്തിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരുടെ നിയമനം സംബന്ധിച്ചാണ്. അക്കമിട്ട് നിരത്തു. ഒന്ന്, അജിംഷാദ്, ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നൊരു വാർത്തയാണ് നിലവിൽ LDF മന്ത്രിമാരുടെ ബന്ധുത്വ വിവാദവുമായി ഉണ്ടായിരിക്കുന്നൊരു വിവാദം. അതേ ചൊല്ലി പ്രതിപക്ഷത്തിൻ്റെ വലിയ ആരോപണങ്ങളാണ് ഭരണപക്ഷത്തിനെതിരെ വരുന്നത്. ഇതേ തുടർന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ബന്ധുക്കൾക്ക് അടുത്ത നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന ഒരു അന്വേഷണം നടത്താൻ നമ്മളെ പ്രേരിപ്പിച്ചത്. പല വസ്തുതകളും പലപ്പോഴും ഞെട്ടിക്കുന്നതാണ് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധു മുതൽ, അമ്മായിയുടെ മകൻ മുതൽ, ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ പൊളിറ്റിക്കൽ ഡിസിഷനായ ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഡയറക്ടറായ നസീറിൻ്റെ നിയമനം റാക്ടിഫൈ ചെയ്യുന്നതുവരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോസസ്സിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞു. ഒരുപക്ഷെ നമുക്ക് ആദ്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകളുടെ മകനായ കുഞ്ഞില്ലംപള്ളി, അതായത് ഉമ്മൻചാണ്ടിയുടെ പെങ്ങളുടെ ഭർത്താവാണ് കുഞ്ഞില്ലംപള്ളി എന്ന INTUC നേതാവ്, കോട്ടയത്തുകാരനായ അദ്ദേഹത്തെ സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാനായി നിയമിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ചെയ്തത്. അദ്ദേഹത്തിന് വെറും ഡിഗ്രി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്നിരിക്കെ മുൻപ് ഉണ്ടായിരുന്ന ആളുകളുടെ, അതായത് സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാന്മാരായിരുന്നവരെല്ലാം ഡോക്ടറേറ്റ് ബിരുദമുള്ളവരായിരുന്നു, കോളേജ് അധ്യാപകന്മാരോ പ്രൊഫസർമാരോ ആയിട്ടുള്ള വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നിയമനം, ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അത്തരം ഒരു പോസ്റ്റിൽ, പ്രത്യേകിച്ച് അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. PSC പോലെ തന്നെ സഹകരണ മേഖലയിലെ, കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സഹകരണ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്ന ക്ലറിക്കൽ തസ്തികയിലടക്കം ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ നിയമനത്തിൻ്റെ പ്രക്രിയ, അവരുടെ പരീക്ഷയടക്കം നടത്തേണ്ട, ഒരു സുതാര്യമായി നടത്തേണ്ട ഒരു ബോഡിയാണ് കേരള സഹകരണ പരീക്ഷ എക്സാമിനേഷൻ ബോർഡ്. ആ ബോർഡിൻ്റെ ചെയർമാനായി ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുവായ കുഞ്ഞില്ലംപള്ളിയെ ആണ് നിയമിച്ചത്. അതിനു മുമ്പുണ്ടായിരുന്നത് ഒരു കോളേജ് അധ്യാപകനായിരുന്ന ബാലൻ മാഷായിരുന്നു. ഇതിനായി കേരള നിയമസഭയിൽ ഒരു നിയമ ഭേദഗതി തന്നെ അവതരിപ്പിച്ചൊരു ഓർഡിനൻസ് ഭേദഗതിയിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഉമ്മൻചാണ്ടി അന്ന് സഹകരണ മന്ത്രിയായിരുന്ന CN ബാലകൃഷ്ണൻ നേരിട്ടിടപെട്ടുകൊണ്ട് ഇതിൽ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയത് എന്നതാണ് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇത് നിലവിലത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ ബന്ധുക്കളെ പറ്റിയിട്ടാണ് ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ഒരു ബന്ധു K. വേണുഗോപാൽ കേരള ഫീഡ്സിൻ്റെ MD ആയി നിയമിതനായി എന്നതാണ് അതിൽ വേറൊരു ഇതുള്ളത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനിയൻ, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു സഹോദരൻ്റെ ഭാര്യയെ സഹകരണ വിഭാഗത്തിലെ ഓഡിറ്റ് വിഭാഗം മേധാവിയായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ K. മാണി, അക്കാലത്തെ ധനകാര്യമന്ത്രിയായിരുന്നു K. മാണി, അദ്ദേഹത്തിൻ്റെ മരുമകനായ മുൻ IAS ഓഫീസർ MT ജോസഫിനെ മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ ഉപദേശകനായി നിയമിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. അക്കാലത്ത് സ്പീക്കറായിരുന്നു G. കാർത്തികേയൻ്റെ ഭാര്യ MT സുലേഖ, അവരെ സർവ്വവിജ്ഞാന കോശത്തിൻ്റെ ഡയറക്ടറായിട്ടാണ് നിയമിച്ചത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത, മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബിൻ്റെ സഹോദരിയായ അമ്പിളി ജേക്കബിനെ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ മാർക്കറ്റിംഗ് മാനേജറായി നിയമിച്ചു. ഈ മാർക്കറ്റിംഗ് മാനേജറായി നിയമിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ഉണ്ടായിരുന്നത് 10 വർഷത്തെ പ്രവൃത്തി പരിചയമായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്നിരിക്കെ 2 വർഷം മാത്രമാണ് ഇവർക്ക് മാർക്കറ്റിംഗ് രംഗത്തെ പരിചയമുള്ളത്. ബാക്കി വ്യാജരേഖകളിലൂടെ 7 വർഷത്തെ
തനിക്ക് സർവീസ് പരിചയമുണ്ട് എന്ന് യോഗ്യത കാണിച്ചുകൊണ്ടായിരുന്നു അനൂപ് ജേക്കബിൻ്റെ സഹോദരി അമ്പിളി ജേക്കബ് അന്ന് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ തസ്തിക ഒരു ഉയർന്ന തസ്തികയിലേക്ക് എത്തുന്നത്. ഇതേ തുടർന്ന് പരാതി ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം നേരിടുകയും ഈ നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിച്ച കേസിലെ പ്രതിയാണ് മുൻ മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബിൻ്റെ സഹോദരി അമ്പിളി ജേക്കബ്. അതോടൊപ്പം തന്നെ ഷീന ഷുക്കൂർ, ലീഗ് നേതാവായിരുന്ന ഷീന ഷുക്കൂറിനെ MG സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറായി നിയമിച്ചു. മുൻ മന്ത്രിയായിരുന്ന VS ശിവകുമാറിൻ്റെ സ്വന്തം അനിയനായ VS ജയകുമാറിനെ ദേവസ്വം വകുപ്പിൻ്റെ നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറിയാണ്. നിരവധി ആക്ഷേപങ്ങൾ ഇദ്ദേഹം ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ നിയമനങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ ശബരിമലയിലെ അന്നദാന രജിസ്റ്റർ കാണാതായ സംഭവമടക്കമുള്ള പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിൽ ഉണ്ടായ ആരോപണ വിധേയനായ വ്യക്തി കൂടിയാണ് VS ജയകുമാർ. നിലവിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ അമാസ്മെൻറ്റ് സെല്ലിൻ്റെ ഒരു അന്വേഷണം ഇദ്ദേഹത്തിനെതിരെ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഒരുപക്ഷെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന ഇളവുകൾ വരുത്തിയ ഒരു സംഭവമായിരുന്നു കൈരളി പീപ്പിൾ TV ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ മുൻ MLA ആയിരുന്ന ഉമ്മർ മാസ്റ്ററുടെ മരുമകൻ P അബ്ദുൾ ജലീലിനെ സ്കോൾ കേരള, അതായത് നിലവിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ ഓപ്പൺ സ്കൂളിൻ്റെ ഡയറക്ടറിൻ്റെ പുതിയ രൂപമായ സ്കോൾ കേരളയുടെ ഡയറക്ടറായി നിയമിക്കുന്നതിൽ അബ്ദുറബ്ബ് നേരിട്ടിടപെടുകയും കത്ത് നൽകുകയും ആ കത്തിൻ്റെ പകർപ്പടക്കം കൈരളി പീപ്പിൾ TV കാണിക്കുകയും ചെയ്തതാണ്. വളരെ ഗുരുതരമായ സ്വജനപക്ഷപാതിത്വം ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് MEd ആയിരുന്നു സ്കോൾ കേരളയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കാനുള്ള യോഗ്യത എന്നിരിക്കെ അദ്ദേഹത്തിൻ്റെ, അതായത് ഉമ്മർ മാസ്റ്ററുടെ മരുമകനായ P അബ്ദുൾ ജലീലിൻ്റെ യോഗ്യതയ്ക്കനുസൃതമായി യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ബൈലോയിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ മുൻ MLA ഉമ്മർ മാസ്റ്ററുടെ മരുമകൻ P അബ്ദുൾ ജലീലിനെ സ്കോൾ കേരളയുടെ ഡയറക്ടറായി നിയമിക്കുന്നത്. അതോടൊപ്പം തന്നെ KP നൗഫൽ ITI സ്കൂളിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കുന്നത് വനിതാ ലീഗ് നേതാവിൻ്റെ മകനായിരുന്നു. അതോടൊപ്പം വളരെ ഗുരുതരമായൊരു സ്വജനപക്ഷപാതിത്വം ഒരുപക്ഷെ സർക്കാരിൻ്റെ ഏറ്റവും അവസാന ദിവസം, അതായത് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിൻ്റെ തൊട്ടുമുമ്പത്തെ ദിവസം പോലും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിക്കൊണ്ട് നിലനിർത്താൻ ശ്രമിച്ച വളരെ ഗുരുതരമായൊരു കേസായിരുന്നു കൈരളി പീപ്പിൾ TV തന്നെ റിപ്പോർട്ട് ചെയ്ത ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഡയറക്ടറായി നിയമിച്ച P നസീറിൻ്റെ നിയമനം. P നസീറിൻ്റെ നിയമനം അദ്ദേഹം ഒരു കോളേജ് അധ്യാപകൻ മാത്രമാണ്, ഒരു സ്വകാര്യ കോളേജിലെ അധ്യാപകൻ മാത്രമായിരുന്നു. അദ്ദേഹത്തെ IAS ഇരിക്കേണ്ട തസ്തികയിലേക്ക് UDF സർക്കാർ നിയമിക്കുകയായിരുന്നു. അതിനായി സർക്കാരിൻ്റെ മുഴുവൻ വകുപ്പുകളും ചീഫ് സെക്രട്ടറി ധനസെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ആളുകളും എതിർത്തിട്ടും മന്ത്രിസഭയുടെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഡയറക്ടറായി 5 വർഷത്തെ നിയമനം റാറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 2 വർഷം കൂടി ആ പദവിയിൽ തുടരാൻ കഴിയുമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് IAS പോലും കൺഫർ ചെയ്യുന്ന തരത്തിലേക്ക് നിയമനം മാറുമായിരുന്നു. അങ്ങനെ സ്വജനപക്ഷപാതത്തിൻ്റെ ഒരു വലിയ കൂത്തരങ്ങായി ഇത് മാറി. വേറൊരു പ്രധാനപ്പെട്ട സംഭവം ഉള്ളത് ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസ് നേതാവായ ഷാനിമോൾ ഉസ്മാൻ്റെ ഭർത്താവ് ഉസ്മാനെ ദേശീയ ഗെയിംസിൻ്റെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തെ കോടികളുടെ അഴിമതി ആരോപണം ഇത് സംബന്ധിച്ച് ഉയർന്നു. നിരവധി ആക്ഷേപങ്ങൾ ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അങ്ങനെ UDF സർക്കാരിൻ്റെ കാലത്ത് സ്വജനപക്ഷപാതത്തിൻ്റെ ഏറ്റവും വലിയൊരു കേളിരംഗമായി കേരളം മാറിയിരുന്നു എന്നതാണ് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു. തീർച്ചയായും ജീവൻകുമാർ, ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുന്നുണ്ട്, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ഇങ്ങനെയും ബന്ധുക്കളെ നിയമിക്കാം എന്ന കാര്യം ഒരുപക്ഷെ UDF സർക്കാരിൻ്റെ കാലത്തെ ഉദ്ധരിക്കുമ്പോൾ വളരെ വലുതാണ്. ഉമ്മൻചാണ്ടി, ചെന്നിത്തല, കാർത്തികേയൻ്റെ ബന്ധുക്കൾ, KM മാണി, ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബിൻ്റെ സഹോദരി അടക്കം മുസ്ലിം ലീഗ് നേതാക്കന്മാർ അടക്കം വലിയ വിശാലമായ നിര ബന്ധുക്കളെ യോഗ്യത പോലും മറികടന്ന്, അടിവരയിടേണ്ടത് അവിടെയാണ്, യോഗ്യത പോലും മറികടന്ന് നിയമിച്ചു എന്ന വിവരമാണ് പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു. അല്ല, അതിനകത്ത് ഈ നിയമനങ്ങളുടെ കാര്യത്തിൽ ബന്ധുക്കളെന്ന പരിഗണനയോ അല്ലെങ്കിൽ പാർട്ടിക്കാരെന്നുള്ള പരിഗണനയോ എന്നതിനൊക്കെ അപ്പുറത്ത് യോഗ്യതയാണ് പ്രധാനമായും വരുന്നത്. ഇവിടെ നിങ്ങൾ വരുന്ന വിവരങ്ങൾ, സത്യത്തിൽ ആ വിവരങ്ങളെല്ലാം പൂർണ്ണമായും ശരി തന്നെയാണ്.
പല ഘട്ടങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യവുമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലം എന്ന് പറയുന്നത് ഒരുപക്ഷെ അഴിമതിയുടെ ഒരു ആറാട്ട് നടന്ന കാലമായിരുന്നുവെന്ന് നമുക്കറിയാമെന്ന് മാത്രമല്ല, ഈ കേരളത്തിലെ സ്വതന്ത്ര കേരളത്തിലെ ഏത് സർക്കാരിനേക്കാൾ കൂടുതൽ അഴിമതിയുടെ കാര്യത്തിൽ വലിയ റെക്കോർഡിട്ട സർക്കാരുമാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ തന്നെ ഉണ്ടായിരുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് വേറെ അറിയാലോ. അങ്ങനെ വരുമ്പം അത്തരം സംഭവഗതികളിലൊക്കെ അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അയോഗ്യരായ ആളുകളെ തിരഞ്ഞെടുക്കുകയും അവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ്, അത് അഴിമതിക്ക് തുല്യമാണെങ്കിൽ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യത്തില് അഴിമതി നന്നായി കഴിഞ്ഞ തവണ നടന്നിരുന്നു എന്നുള്ള കാര്യം എല്ലാ രംഗങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ആ അഴിമതിക്കെതിരെ സമരം ചെയ്തുകൊണ്ടാണ് പുതിയ സർക്കാർ വരുന്നത്. പുതിയ സർക്കാർ വരുമ്പോൾ നമുക്കൊക്കെ അറിയുന്നത് മാതിരി പുതിയ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് വരും. അതുമാതിരി തന്നെ പുതിയ ഒരു സെറ്റ് ഓഫ് ഉദ്യോഗസ്ഥർ വരും. ആയിരക്കണക്കിന് പോസ്റ്റുകളാണ് അപ്പോൾ ഒഴിയുന്നത്. പഴയ ആൾക്കാർ രാജിവെച്ച് പോകുമ്പോൾ അങ്ങനെ വരുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകളിലേക്ക് പുതിയ ആളുകൾ വരും. ഏത് സർക്കാരിന്റെ മാറ്റത്തിലും അതുണ്ടാകും. കാര്യം ഒരു സർക്കാർ എന്ന് പറയുന്നത് പുതിയൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്, പുതിയൊരു അപ്രോച്ചാണ്. അങ്ങനെ പുതിയ അപ്രോച്ചിന് വേണ്ടി പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുക എന്നതാണ് ആ ഉത്തരവാദിത്വം. ആ പുതിയ അപ്രോച്ചിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് അഴിമതി നിർമ്മാർജ്ജനമാണ്. പുതിയ സർക്കാരിന്റെ പ്രഖ്യാപിത നയം, അവരുടെ മാനിഫെസ്റ്റോയിലെ ഡിക്ലറേഷൻ. അങ്ങനെ വരുമ്പോഴാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് വീക്ഷിക്കേണ്ടി വരുന്നത്. പഴയ സർക്കാർ അഴിമതി മുക്തം എന്ന് നമ്മൾ പറയുന്നില്ല, അഴിമതിയിൽ പുരണ്ടു കിടന്ന ഒരു സർക്കാർ തന്നെയാണ്. പക്ഷേ പുതിയ സർക്കാരിന്റെ സവിശേഷത പഴയ സർക്കാരിൽ നിന്ന് പാഠം പഠിച്ച് അഴിമതിക്ക് അതീതമായ ഒരു സെൻസിബിലിറ്റി രൂപം കൊടുക്കുന്ന സർക്കാർ എന്ന് സ്വയം പ്രഖ്യാപിച്ചു കൊണ്ടുവന്ന സർക്കാരാണ്. അത്തരമൊരു സാഹചര്യത്തില് ഇപ്പോൾ സംഭവിക്കുന്ന മാതിരിയുള്ള ഈ അബറേഷൻസ്, കുഴപ്പങ്ങൾ, അത് അത്ര എളുപ്പം ക്ഷമിക്കപ്പെടില്ല ജിംഷാദ്. അതും കൂടി നമ്മൾ ഈ ചർച്ചയിൽ പരിഗണിക്കപ്പെടണം. പഴയ സർക്കാർ ഉദാഹരിക്കാൻ കഴിയുന്ന ഒരു നല്ല ഉദാഹരണമായി ഞാൻ എടുക്കുന്നില്ല എങ്കിൽ പോലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, പുതിയ സർക്കാരിനെതിരെ സംസാരിക്കാൻ പഴയ സർക്കാരിന്റെ, പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല കെ എം മാണിക്കെതിരെ FIR ഇട്ടയാളാണ്. FIRൽ രമേശ് ചെന്നിത്തല, കെ എം മാണി ഉണ്ട് എന്ന് ആദ്യം അസംബ്ലിയിൽ പറഞ്ഞത് രമേശ് ചെന്നിത്തലയായിരുന്നു. അതേ രമേശ് ചെന്നിത്തല തന്നെ കെ എം മാണിയെ സംരക്ഷിക്കാനും നടന്നു. FIRൽ പേര് വന്ന കെ എം മാണിയെ സംരക്ഷിക്കാൻ, അത് അഴിമതിയാണല്ലോ. അപ്പൊ അത്തരം ആളുകൾക്ക് സംസാരിക്കാൻ, ഈ ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ വലിയ ഒരു പ്രാപ്തിയൊന്നുമില്ല, അതിനുള്ള യോഗ്യതയില്ല. ഇതൊക്കെ ശരിയാണ്. എങ്കിലും ഒരു സർക്കാർ പുതിയതായി വരുമ്പോൾ ആ സർക്കാർ മുന്നോട്ട് വെച്ച സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിന് അനുകൂലമായ ഈ നിയോഗങ്ങളാണ് വേണ്ടത്. അവിടെയാണ് പുതിയ ചർച്ച വന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നാം മറന്നുകൂടാ. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു ദയവായി തുടരുക തന്നെ ചെയ്യൂ. ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, സ്വാഭാവികമായും വലിയ ആഴത്തിലുള്ള ക്രമക്കേടാണ് UDF സർക്കാരിൻ്റെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ളവ പുറത്തെത്തുന്നത്. ഓരോ മന്ത്രിമാർ ഘടകകക്ഷി ഭേദമില്ലാതെ അവരൊക്കെ അടുത്ത ബന്ധുക്കളെ യോഗ്യതകൾ പോലും മറികടന്ന് നിയോഗിച്ചത്, പ്രത്യേകിച്ച് ഓർഡിനൻസിലൂടെ യോഗ്യത മാറ്റിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. ഒന്ന്. രണ്ട്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പല ബന്ധുവിവാദത്തെ സംബന്ധിച്ചും അന്വേഷിക്കണമെന്ന പരാതി വിജിലൻസിന് കൊടുത്ത സാഹചര്യത്തിൽ ഇതുകൂടി അന്വേഷിക്കണ്ടേ സ്വാഭാവിക യുക്തിയിൽ? തീർച്ചയായിട്ടും അത് രണ്ട് വ്യത്യാസമാണ്. രണ്ട് വീക്ഷണത്തിൽ നിന്ന് വേണം കാണാൻ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ തകർച്ച, പതനം, അത് വളരെ ജുഗുപ്സാവഹമായ പതനം. അതിന് കാരണമായത് അതിന്റെ പേരിൽ അതുണ്ടാക്കിയ അഴിമതി വിവാദമാണ്. അഴിമതി മാത്രമല്ല, സ്വജനപക്ഷപാതവും. അത് UDF എന്ത് കാണിച്ചാലും ഇടതുപക്ഷം അതൊന്നും കാണിച്ചുകൂടാ എന്നാണ് പൊതുജനത്തിന്റെ, സമൂഹത്തിന്റെ ഒരു ചിന്ത. അതാണ് ഇപ്പോൾ നടക്കുന്ന ടെലിവിഷൻ ചർച്ചകളും പത്ര റിപ്പോർട്ടുകളും വാർത്തകളും പത്രത്തിലെ ലേഖനങ്ങളും ഒക്കെ കാണിക്കരുത്. ഇടതുപക്ഷം ചെയ്തുകൂടെ? എനിക്ക് തോന്നുന്നു അത് ഇടതുപക്ഷം അതൊരു ബഹുമതിയായിട്ട് വേണം കാണാൻ. പിണറായി ഗവൺമെന്റ് അതിനെ ഒരു ബഹുമതിയായിട്ട് വേണം കാണാൻ. പിണറായി സർക്കാർ ഇന്ന് നിലകൊള്ളുന്നത് അഴിമതിക്കെതിരെയുള്ള ഉറച്ച നിലപാടിന്മേലാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാണിച്ച എല്ലാ കൊള്ളരുതായ്മകളും അതിനെ ഒരു അപജയത്തിലേക്കാണ് നയിച്ചത്. ബന്ധുക്കളെ നിയമിച്ചതും അഴിമതി കാണിച്ചതും. ഇപ്പം കെ ബാബു
കോടതി നിരീക്ഷണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവട്ടെ ആ രാജിക്കത്ത് പോക്കറ്റിട്ടുണ്ട് നടന്നു. പിന്നീട് ആ രാജി പിൻവലിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു, കെ ബാബുവിനെ. അവസാനം കെ ബാബുവിനെ സ്ഥാനാർത്ഥിത്വം കൊടുക്കരുന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടു. ഇതൊക്കെ കേരളം കണ്ടതാണ്. അതിന്റെയൊക്കെ ആകെ തുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്ന പിണറായി ഗവൺമെന്റ് അഴിമതി ഒട്ടും കാണിക്കരുത് എന്ന് സമൂഹം ആഗ്രഹിക്കുന്നു. ആ സമൂഹത്തിന് മുമ്പിൽ ഒരു ചെറിയ കാര്യം പോലും വലിയൊരു വിഷയമായിട്ട് മാറുന്നു. അതാണ് സുധീർ നമ്പ്യാരുടെ നിയമനത്തിന് പിന്നിൽ ഇത്ര വലിയ വിവാദം ഉണ്ടാവാൻ കാരണം. ശരിയാണ്, അങ്ങനെ ഒരു പോസിറ്റീവ് വശം അതിനുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അത്തരത്തിൽ ഒരു ജനകീയ വികാരമുണ്ട് എന്ന പോസിറ്റീവ്നെസ് LDF-നുണ്ടാകാം, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായി UDF-നും ഉണ്ടാകാം. പക്ഷെ എന്ന് കരുതി വസ്തുതകളെ നിയമത്തിൻ്റെ മുമ്പിൽ, പൗരബോധത്തിൻ്റെ മുമ്പിൽ വളച്ചൊടിക്കാനോ ഇല്ലാതാക്കാനോ ആവില്ലല്ലോ ശ്രീ ജേക്കബ് ജോർജ്. UDF നേതാക്കന്മാരുടെ കാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ചെയ്തു കൂടാൻ പാടില്ലാത്തത്. ചെന്നിത്തല, അന്നത്തെ സ്പീക്കറായിരുന്ന കാർത്തികേയൻ്റെ ഭാര്യയ്ക്ക് കേരള കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ ആയിരുന്ന KM മാണി, അനൂപ് ജേക്കബ്, മുസ്ലിം ലീഗിൻ്റെ MLA-മാരടക്കമുള്ള നേതാക്കന്മാർ, ഇവരൊക്കെയാണ് അടുത്ത ബന്ധുക്കളെ നിയോഗിച്ചത്. അതിൽ പലതും യോഗ്യതയില്ലാത്തതാണ്. അത് കൂടി ചർച്ച ചെയ്യേണ്ടേ? അതുകൂടി നിയമപരമായ വശങ്ങളിലേക്ക് ഉൾച്ചേരേണ്ടേ? ഇതാണ് ചോദ്യം ശ്രീ ജേക്കബ് ജോർജ്. അതന്നെ, തീർച്ചയായിട്ടും അതും അന്വേഷിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചും പൊതുജന മധ്യത്തിൽ ചർച്ചയാവേണ്ടതാണ്. അതും ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ വിശദാംശങ്ങളും ആരൊക്കെയാണ് ഉത്തരവാദി, വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൊടുത്തിരിക്കുന്ന പരാതിയോടൊപ്പം പഴയ 5 വർഷത്തെ ഇതുപോലെയുള്ള നിയമനങ്ങളുടെ ലിസ്റ്റും കൂടി കൊടുക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊടുക്കട്ടെ, ഇതും കൂടി അന്വേഷിച്ചോളൂ എന്ന് പറയട്ടെ. അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഉയർന്ന മേൽവിലാസം അദ്ദേഹത്തിന്, ഉയർന്ന ഒരു നിലവാരം അദ്ദേഹത്തിന് അതാണ് ശ്രീ ജേക്കബ് ജോർജ്, ദയവായി താങ്കളും തുടരൂ. ഭാസുരേന്ദ്ര ബാബുവിലേക്ക് തന്നെ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതാണ് സ്വാഭാവികമായ യുക്തി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ ചെന്നിത്തല എന്ന പൊതുപ്രവർത്തകൻ അപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവിന് ഒരുപാട് പ്രിവിലേജ് നൽകുന്നുണ്ട് സമൂഹം. പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം അത്രയേറെ മഹത്വരമാർന്നതുമാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ഇതുകൂടി താനടക്കം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള തൻ്റെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് നൽകണം എന്ന ഒരു വിശാല കാഴ്ചപ്പാട് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകുമോ? താങ്കൾ നിരീക്ഷിക്കൂ. അല്ല, അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൊതുചർച്ചകളിലൊക്കെ തന്നെ, അല്ലെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രകാശനങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മികമായി അവകാശമില്ലാത്തവരാണ്. രമേശ് ചെന്നിത്തല അടക്കമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, രമേശ് ചെന്നിത്തലയാണ് ആദ്യമായി അസംബ്ലിയിൽ KM മാണി FIR-ലെ 1-ാം പ്രതിയാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇതേ മാണിയെ സംരക്ഷിക്കുവാൻ എന്തെല്ലാം കളിയാണ് ആഭ്യന്തരമന്ത്രിയായി ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്തത്. ഒരുപക്ഷെ അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹം അതൊക്കെ ചെയ്ത കാര്യം നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർക്കത് പറയാൻ യോഗ്യതയില്ല എന്നത് ശരി തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരുപക്ഷെ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കാർത്തികേയന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ എൻസൈക്ലോപീഡിയയിലെ സർവ്വവിജ്ഞാനകോശത്തിലെ അവരുടെ സ്ഥാനം രാജിവെക്കണം എന്ന നിലയ്ക്ക് ഇടതുപക്ഷം ആവശ്യപ്പെട്ടിരുന്നു, പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. കാരണം അവർ തുറന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോയി. അവർ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ആ രാജിക്കത്ത് അദ്ദേഹം സ്വീകരിച്ചില്ല. പിന്നീട് അവർ തുടർന്നു എന്ന് തന്നെയാണ് എന്റെ ധാരണ കാര്യത്തിൽ, സുലേഖ ടീച്ചർ. ഏതായാലും അത്തരം ഒരു കാര്യമല്ലാതെ മറ്റു കാര്യമൊന്നും അന്ന് പൊന്തി വന്നിരുന്നില്ല ഗൗരവതരമായ ചർച്ചയിൽ. അങ്ങനെ വരുമ്പം സത്യത്തില് അത് അപ്പോൾ ഉന്നയിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കൽ നമ്മൾ ഇടതുപക്ഷം ഉന്നയിച്ചതാണല്ലോ. അപ്പം ഇടതുപക്ഷത്തിന് ആദ്യഘട്ടത്തിൽ അത് ഉന്നയിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതേ സംബന്ധിച്ച് കേസ് കൊടുത്താൽ തന്നെ എത്രത്തോളം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ പ്രധാന പ്രശ്നം അതല്ല. ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചത് മാതിരി ഈ സർക്കാരിന്റെ ഒരു സവിശേഷത, ഈ സർക്കാർ സ്വയം പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ അഴിമതി വിരുദ്ധ പ്ലാങ്കിലാണ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അധികാരത്തിൽ അസ്യൂം ചെയ്യുന്നതിന്റെ തലേ ദിവസം, സത്യപ്രതിജ്ഞയുടെ തലേ ദിവസം തന്നെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ എന്താണ് പ്രധാനമായി മുന്നോട്ട് വെച്ചത്? അഴിമതി രഹിത സർക്കാർ ഉണ്ടാക്കും എന്ന് തന്നെയായിരുന്നു. അത് വളരെ സ്ട്രോങ് ആയ ഒരു നിലപാടും ഞാനത് ഒരു കാര്യം പറയുന്ന അജിംഷാദ്, ലോക നിലവാരത്തിൽ തന്നെ ഇപ്പോൾ ഈ പുതിയ നവ ലിബറൽ പോളിസിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന
അഴിമതി, അതും പ്രത്യേകിച്ച് ഭരണരംഗത്തെ അഴിമതി വൻ തോതിലാണ് പല രാജ്യങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായ അഴിമതി വിരുദ്ധ സമരം എന്ന് പറയുന്നത് പഴയ നിലവാരത്തിലുള്ള എത്തിക്കൽ സദാചാര സ്വഭാവത്തോടു കൂടിയ പഴയ ഇപ്പം എന്താ മരിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിയന്മാരുടെ ഒരു സമരമല്ല, പുതിയ വർഗ സമരത്തിന്റെ ഒരു ഫോമായി അത് മാറി. അതെ 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 തീർച്ചയായും വളരെ ശരിയാണ്. ശക്തമാണത്. അതെ അതെ വളരെ ശരിയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു സമയപരിമിതി കൊണ്ട് ആണ് ഇടപെടുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ ബന്ധുക്കൾക്ക് യോഗ്യത നോക്കാതെ വാരിക്കോരി നിയമനങ്ങൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകന് കോർപ്പറേറ്റീവ് എക്സാമിനേഷൻ ചെയർമാനായുള്ള നിയമനം നൽകിയത് അടക്കം ചെന്നിത്തലയുടെയും അനൂപ് ജേക്കബിൻ്റെയും KM മാണിയുടെയും ഒക്കെ ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് യോഗ്യത പോലും പലരും മറികടന്ന് നിയമിച്ചതടക്കമുള്ള വിവരങ്ങളാണ് പീപ്പിൾ TVക്ക് ലഭിച്ചതും പുറത്തുവിട്ടതും. ഇതിനുള്ള പ്രതികരണം കൂടിയാണ് ഭാസുരേന്ദ്ര ബാബുവും ജേക്കബ് ജോർജും നൽകിയത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ നൽകിയത്.